പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു ടോപ്പിക് എന്താണെന്നറിയാമോ? നമ്മളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഒത്തിരിയധികം സക്സസ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഈ ഒരു 6 കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മാറാൻ റെഡി ആവണം. അപ്പൊ എന്താന്ന് നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിക് റിലേഷൻഷിപ്പാണ്. പലപ്പോഴും നമ്മൾക്ക് അറിയില്ല, നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മളുടെ ചിലപ്പോൾ അച്ഛനും അമ്മയാവാം, ചിലപ്പോൾ നമ്മളുടെ പങ്കാളിയാവാം, ചിലപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സ് ആവാം. ഇവരൊക്കെ നമ്മൾക്ക് ഒരിക്കലും ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ തരുന്നുണ്ടാവില്ല. നമ്മളെ ഇടിച്ച് താഴ്ത്തുന്ന, നമ്മളുടെ കഴിവ് കേടുകൾ മാത്രം ഇങ്ങനെ കുറക്കെ വിളിച്ച് പറയണ ആൾക്കാരാണോ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക. കാര്യം ടോക്സിക് റിലേഷൻഷിപ്പിലാണ് നമ്മൾ നിൽക്കണമെങ്കിൽ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നോക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആ ഡ്രീംസിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ്? നിങ്ങളുടെ ആ ഡ്രീംസിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാരുടെ കൂടെയാണോ നിങ്ങൾ ചെലവഴിക്കുന്നത്? അതൊന്ന് നോക്കുക. അത് നോക്കിയിട്ട് ശ്രദ്ധാപൂർവം ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ മൂവ് ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ പങ്കാളി തന്നെയായിരിക്കും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കണേ. അതൊന്നും ചെയ്യണ്ട, നീ ഇങ്ങനെ ചെയ്താൽ മതി, നീ ഈ പണി മാത്രം ചെയ്താൽ മതി, പിള്ളേരെ വളർത്ത്, അല്ലെങ്കിൽ പിള്ളേരുടെ കാര്യങ്ങൾ നോക്ക്, നിനക്കിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ജോലി എടുത്തിട്ട് നിനക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം തരുന്നുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ ചിന്തിക്കണം, ഈ ഒരു പ്രാക്ടീസിലാണ് നമ്മൾ പോകണമെങ്കിൽ, ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും എന്നറിയാവോ? നമ്മുടെ ലൈഫിൽ എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ ആ ഒരു കംഫർട്ട് സോണിൽ നമുക്ക് പുറത്തു വരേണ്ട സാഹചര്യങ്ങൾ വരാം. കാര്യം നാളെ എന്താ വന്നേന്ന് നമുക്ക് അറിയില്ല. മക്കൾക്ക് ശരിക്കും ഒരു ആവശ്യം വന്നാൽ, അവർക്ക് വേണ്ടി ഒരു കാശ് കൊടുക്കേണ്ടി വന്നാൽ നമ്മൾ ഈ ആൾക്കാരുടെ അടുത്ത് പോയി കൈ നീട്ടണം. അപ്പൊ നമ്മൾക്കൊരു ഇൻകം ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല. അപ്പൊ ടോക്സിക് റിലേഷൻഷിപ്പിലാണെങ്കിൽ ശ്രദ്ധാപൂർവം ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ സ്കിൽ ഡെവലപ്പ് ചെയ്യുക, അവരുടെ അടുത്തുനിന്ന് ഒരു അകലമൊക്കെ പാലിച്ച് നമ്മളുടെ ഗോളുകളൊക്കെ സെറ്റ് ചെയ്ത് പയ്യെ പയ്യെ നമ്മളുടെ ആ ഡ്രീം ഗോളിലേക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങുക. അപ്പൊ അവരുടെ അടുത്ത് വളരെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, അവരോട് നമ്മളുടെ ഡ്രീംസിനെ പറ്റിയൊന്നും പറയാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിപ്പുലേറ്റീവ് പീപ്പിൾ ആണ്. പലപ്പോഴും നമ്മൾ അറിയൂല ഇവർ ഇത്രയും മാനിപ്പുലേഷൻ ചെയ്യേണ്ടത്. കാര്യം എന്താ അറിയുമോ, ഒരു വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിലാണ് നമ്മൾ എല്ലാ ദിവസവും നിൽക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഈ മാനിപ്പുലേറ്റ് ചെയ്യണത് ചിലപ്പോൾ നമ്മുടെ അമ്മായിയമ്മയായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഭർത്താവായിരിക്കും, ചിലപ്പോൾ നമ്മളുടെ ചേട്ടനോ അനിയത്തിയൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇതൊന്നും അറിയില്ല. നമ്മൾ വിചാരിക്കുമ്പോ എന്താ, എനിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലേ, ഞാൻ എല്ലാവരോടും എത്ര നന്നായിട്ട് പെരുമാറിയിട്ടും എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആൾക്കാരും മനസ്സിലാക്കാത്ത, ഞാൻ എന്താ ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മളോട് തന്നെ ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന സാഹചര്യം പോകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, പല കാര്യങ്ങളിലും നിൽക്കുമ്പോൾ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാർ അവർ ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും കളിക്കും. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ സ്ഥലത്തുനിന്ന് മാറണം. അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് പറ്റും, കുറെ ദിവസം കഴിയുമ്പോൾ നമ്മുടെ കഴിവൊന്നും ഇല്ലാത്ത ഒരാളാന്നുള്ള ലെവലിലേക്ക് അവർ നമ്മളെ കഴിവ് കെട്ടവരാക്കിയിട്ട് നമ്മളെ കൊണ്ട് അവർ ജീവിക്കും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്യൂസീവായിട്ടുള്ള സിറ്റുവേഷൻ. ചിലപ്പോൾ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരായിരിക്കും, പക്ഷെ ഇവര് നമുക്ക് തരുന്നത് എന്താണെന്നറിയാമോ? വളരെയധികം വാക്കുകൾ കൊണ്ട് അബ്യൂസ് ചെയ്യുന്ന ആൾക്കാർ എല്ലാ വീട്ടിലുണ്ട്. പക്ഷെ ഇവർക്ക് പോലും അറിയണില്ല, ഇവര് ഈ പറയുന്ന വാക്കുകൾ കൊണ്ട് നമ്മളുടെ ഉള്ളിൽ ഇത്രയും വേദനിക്കുന്നുണ്ട്. അവർക്ക് ഇത് പറഞ്ഞു പറഞ്ഞ് വളരെ നല്ല ശീലമാണ്, അവരവരുടെ വഴിയിലേക്ക് പോകും. പക്ഷെ നമ്മൾ അത് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും. എത്ര കുട്ടികൾക്കാണെന്നറിയാവോ ഈ അച്ഛനും അമ്മയും പറയുന്ന മോശമായിട്ടുള്ള വാക്കുകൾ കാരണം വേദനിച്ച് കഴിയുന്ന കുട്ടികളുണ്ട്. അവരുടെ സെൽഫ് കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്തൊരവസ്ഥ വന്നേക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അവർക്ക് തോന്നും ഞാൻ ഒന്നിനും കഴിവില്ലാത്ത ഒരാളാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ അബ്യൂസീവ് സിറ്റുവേഷൻ നമ്മളുടെ വീട്ടിലാവാം, നമ്മളുടെ ഓഫീസിലാവാം, നമ്മളുടെ എവിടെയാവാം. അത് മനസ്സിലാക്കിയിട്ട് അവിടത്തുനിന്ന് മാറി നിൽക്കണം. എന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ മൂവ് ചെയ്യണം. ഇതൊക്കെ നമ്മളുടെ ഡിസിഷനാണ്. അല്ലാതെ ഞാൻ കഴിവ് കേട്ടവനാണ്, ഞാൻ അതുകൊണ്ട് ഇതാണ് എൻ്റെ വിധി, അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്ന് മാറുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് മാറാൻ തുടങ്ങും. അപ്പൊ അവിടെ നിന്ന് മൂവ് ഔട്ട് ചെയ്യുക. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെയൊക്കെ പ്രശ്നം എന്നറിയാമോ, നമ്മൾ വിശ്വസിച്ചാൽ തന്നെ ഉണ്ടല്ലോ ഒരുമാതിരി 99% പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മളോട് തന്നെ സംശയമാണ്, സെൽഫ് ഡൗട്ടാണ് നമുക്ക്. പിന്നെ നമ്മളോട് പറയും, എനിക്ക് ഇതിനുള്ള കഴിവില്ല, ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ ഈ വീട്ടിലല്ലേ ജനിച്ചേ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. അപ്പൊ നമ്മൾ നെഗറ്റീവായിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ടോ, അത് നമ്മൾ പഠിക്കണം. നെഗറ്റീവായിട്ട് സംസാരിക്കണുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളോട് കണ്ണാടി നോക്കി പറയണം. ഒരിക്കലും നമ്മൾ സംശയിക്കരുത്, നമ്മൾ നമ്മളെ വിശ്വസിക്കണം. കാര്യം എന്താ, ഈ യൂണിവേഴ്സ് മുഴുവൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്.
ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. കാര്യം എന്താ, നമ്മൾ നമ്മുടെ സ്കിൽ സെറ്റ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ നമ്മുടെ വഴിക്ക് പോയാൽ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് സെൽഫ് ടോക്കിനോട് നോ നോ എന്ന് പറയാം. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സക്സസ് നേടാൻ പറ്റാത്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ അൺഹെൽത്തി ഹാബിറ്റ്സ് ആണ്. നമ്മളൊരു ഇപ്പൊ ഒരു ഒരു ചെറിയൊരു ചെടി നമ്മൾ ഓൾമോസ്റ്റ് ഒരു സീഡ് നട്ടിട്ട് ഒരു പുൽച്ചെടി വന്നേക്കാണ്. നമുക്കത് പറിച്ചു കളയാൻ വളരെ എളുപ്പമാണ്. ഇതാന്ന് പറയുമ്പോൾ നമുക്ക് പറിച്ചു കളയാം. പക്ഷെ കുറച്ചുകൂടി വലിപ്പം വെച്ചൊരു ചെടി, ഇപ്പൊ നമ്മളുടെ തന്നെ ഒരു ഇത്രയൊക്കെ അരയോളം വന്നൊരു ചെടിയാണെങ്കിലോ വേണമെങ്കിൽ ഒന്ന് കുത്തി കഴിഞ്ഞാൽ ഒന്ന് പറിക്കാൻ പറ്റും. പക്ഷെ കുറച്ചുകൂടി വലിപ്പമുള്ള, ഇപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ഇരിക്കുന്ന ഒരു 5'4" ഒക്കെ ഉണ്ട്. എന്റെ അത്രയും വലിയൊരു ചെടിയാണെങ്കിലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെട്ടിയൊക്കെ എടുക്കേണ്ടി വരും. പക്ഷെ നമുക്കൊരു വലിയ തേക്ക് മരമാണെങ്കിൽ നമുക്ക് വെട്ടാൻ പറ്റുമോ? അത് വെട്ടണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ശരിക്കും വാളൊക്കെ ആയിട്ട് ആൾക്കാർ വന്ന് സപ്പോർട്ട് എടുക്കേണ്ടി വരും. അതുപോലെയാണ് നമ്മളുടെ സ്വഭാവങ്ങൾ. ചെറിയ ചെറിയ ശീലങ്ങളായിരിക്കുമ്പോൾ ആ ശീലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഈ ശീലങ്ങൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ തുടർന്നുകൊണ്ടിരുന്ന പിന്നെ അതിൽ നിന്ന് പുറത്തിറങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് ഈ മോർണിംഗ് റുട്ടീൻ ക്ലാസ്സുകൾ ഞാൻ നടത്തുന്നുണ്ട്. ഒത്തിരി അധികം ആൾക്കാർ വരാറുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ചെറിയ ശീലങ്ങൾ അവരിങ്ങനെ തുടങ്ങും. രാവിലെ 5 മണിക്ക് ഞാൻ അവരെ എണീപ്പിക്കും. എന്നിട്ട് അവർ എൻ്റെ കൂടെ ഒരു 1 hour പഠിക്കും. ഇങ്ങനെ അവർ 5 ദിവസം അതങ്ങനെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ ഒരു അടുത്ത 21 ഡേയ്സിലേക്ക് അങ്ങനെ പഠിക്കും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമ്മളുടെ ബ്രെയിന് പുതിയ ശീലങ്ങളിലേക്ക് അഡാപ്റ്റബിൾ ആവും. അപ്പൊ ആ ചെറിയ ചെറിയ ശീലങ്ങളിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയ വലിയ കാര്യങ്ങൾ നേടാൻ ഒരു തമ്പുരാനായിട്ട് മാറാൻ പറ്റും. അപ്പൊ അൺഹെൽത്തി ഹാബിറ്റ്സ് മനസ്സിലാക്കുക, ആ കാര്യങ്ങൾ മാറ്റിയിട്ട് പുതിയ ശീലങ്ങൾ കൊണ്ടുവരിക. അപ്പൊ അത് നിങ്ങളുടെ ജീവിതത്തെ സക്സസ്ഫുൾ ആക്കാൻ പറ്റും. ഏതൊക്കെ എന്താണ് നിങ്ങളുടെ അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ്, നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും എംപവർ ചെയ്യാത്ത, നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ലൈഫ് ക്രിയേറ്റ് ചെയ്യാത്ത ആഗ്രഹങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ മാറ്റിക്കളയുക. ഏറ്റവും ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പല ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലുമൊക്കെ കുറ്റം പറയണേ. ഗോസിപ്പ്, ഡ്രാമ, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഈ ഗോസിപ്പൊക്കെ നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ എന്താണോ ചെയ്യണത് അത് നമ്മളിലേക്ക് തിരിച്ചു വരും. അപ്പൊ നമ്മളിപ്പോ ഒരാളുടെ കൂടെ ഇരുന്ന് ഒരാളുടെ കുറ്റം പറഞ്ഞ് നമ്മൾ വളരെ സന്തോഷിച്ച് പോയി. ഇയാള് പിറ്റേ ദിവസം എന്താ ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങളുടെ കുറ്റം വേറൊരാളോട് പറയും. അപ്പൊ നമ്മൾ ഈ ഒരു ഗോസിപ്പ് ഡ്രാമ സിറ്റുവേഷനിൽ നിന്ന് ആദ്യം തന്നെ നമ്മൾ അതിനോട് നോ പറയണം. എന്നിട്ട് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തും ഇതുകൊണ്ട് ഒരാൾക്കും ഒരു ഗുണമില്ല. കാര്യം നമ്മളുടെ കർമ്മ തന്നെയാണ് നമ്മളിലേക്ക് തിരിച്ചു തന്നെ. നമ്മൾ വിതയ്ക്കണത് തന്നെയാണ് നമുക്ക് കൊയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന്, ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് അകലം പാലിച്ചാൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്.